ഹലോ മക്കളെ, ഇപ്പൊ നമ്മുടെ ബയോളജി ഓണ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ഇലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ചിത്രീകരണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പൊ നോക്കിക്കടാ, ഈ ഒരു ഫിഗർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ന്യൂക്ലിയോടൈഡ് ആണല്ലേ. എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ ലേബിൾഡ് ആസ് എക്സ്? എക്സ് എന്ന് തന്മാത്രയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ? ഫോസ്ഫേറ്റ് ആണ് അല്ലെ. ഫോസ്ഫേറ്റ് ആണ്. എന്താണ് ഫോസ്ഫേറ്റിന്റെ ധർമ്മം? അതായത് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ബോണ്ട് ഫോർമേഷന് സഹായിക്കുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ആണ് അല്ലെ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്ന ആള് ഫോസ്ഫേറ്റ്. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക്സ് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. അടുത്ത ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് വൈ ആൻഡ് സെഡ്. അതായത് വൈന്റെയും സെഡിന്റെയും പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വൈ എന്ന് പറയുന്നത് പഞ്ചസാര തന്മാത്രയാണ് അല്ലെ, ഷുഗർ മോളിക്യൂൾ ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെഡ് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. സെഡ് എന്താണടാ? അത് നൈട്രജൻ ബേസ് ആണ് അല്ലെ. സെഡ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ബേസ് ആണ്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, ഹൗ വാസ് വൈ ഡിഫറെന്റ് ഇൻ DNA ആൻഡ് RNA? അതായത് വൈ, അതായത് ഷുഗർ മോളിക്യൂൾ അല്ലേ, എന്താണ് DNA യിലും RNA യിലും ഈ ഷുഗർ മോളിക്യൂളിലുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം DNA-യിലുള്ള പഞ്ചസാര തന്മാത്ര ഷുഗർ മോളിക്യൂൾ ഡിഓക്സി റൈബോസ് ഷുഗർ ആണ്. ഡിഓക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയാണെങ്കിൽ RNA-യിലുള്ളതോ റൈബോസ് പഞ്ചസാര തന്മാത്രയല്ലേ, റൈബോസ് ഷുഗർ ആണ് അല്ലേ, റൈബോസ് ഷുഗർ ആണ്. ഓക്കെ അല്ലേ? ഇതേ ചോദ്യം തന്നെ നിങ്ങളോട് ഈ സെഡില്, അതായത് നൈട്രജൻ ബേസിൽ DNA-യിലും RNA-യിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിക്കും. നമുക്കറിയാം DNA-യിൽ തൈമിൻ ഉണ്ട്, അതിന് പകരം RNA-യിൽ യുറാസിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ചോദ്യ പേപ്പറിൽ തുടർച്ചയായി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ന്യൂക്ലിയോടൈഡ്. അപ്പൊ മക്കളെ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അമിതോൽപാദനം, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം അല്ലെ, ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഇത്? നമ്മുടെ ചാൾസ് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി ആണല്ലേ. ചാൾസ് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിയാണ്, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണ് അല്ലെ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേടാ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ഇൻ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഇലുസ്ട്രേഷൻ? ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡാർവിൻ ഈ ഒരു സിദ്ധാന്തത്തിലൂടെ എന്താ പറഞ്ഞത്? ഈ വ്യതിയാനങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് അനുകൂല വ്യതിയാനങ്ങൾ, അതായത് ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് തലമുറകളായി കെട്ടിക്കിടക്കുന്നു, എക്യുമുലേറ്റ് ചെയ്യുന്നു. അതെന്തിന് കാരണമാകും? എവല്യൂഷൻ, പരിണാമത്തിന് കാരണമാകുന്നു. അതായത് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നു, പുതിയ ജീവികൾ ഉണ്ടാകാൻ കാരണമാകുന്നു എന്നതാണ് നമ്മുടെ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ തിയറിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് കണ്ടോ നിങ്ങൾ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, അമിതോൽപാദനം, വ്യതിയാനങ്ങൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, പ്രകൃതി നിർദ്ധാരണം. ഈ ഒരു ഫ്ലോ ചാർട്ട് ചിലപ്പോൾ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചോദിക്കും അല്ലെ. ഇവിടെ ഇപ്പൊ 2 സ്റ്റെപ്പല്ലേ തന്നിരിക്കുന്നത്, അപ്പൊ ബാക്കി നിങ്ങളോട് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ്? നാച്ചുറൽ സെലക്ഷൻ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മക്കളെ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാ? പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറെ ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ വരയ്ക്കാൻ പഠിക്കണം എന്ന് ഉറപ്പുള്ള ഒന്നാണ് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിട്ടുള്ള ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ന്യൂറോണിന്റെ ഈ ഒരു ചിത്രമില്ലേ, ഇത് നിങ്ങൾ പകർത്തി വരയ്ക്കണം കേട്ടോ. ഇത് നിങ്ങളെ ആൻസർ ഷീറ്റിലേക്ക് നന്നായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അടയാളപ്പെടുത്തണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ഭാഗമാണ്? ഈ കാണുന്ന നമ്മുടെ സിനാപ്റ്റിക് നോബ് അല്ലേ, സിനാപ്റ്റിക് നോബ് അല്ലടാ, സിനാപ്റ്റിക് നോബ്. അപ്പൊ 1 സിനാപ്റ്റിക് നോബ്. ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ സെൽ ബോഡി. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ നേർത്ത തന്തു ഏതാണ് എന്നാണ്. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തു ഏതാണ്? ദ ഷോർട്ടസ്റ്റ് തിൻ ഫിലമെന്റ് ദാറ്റ് അറൈസസ് ഫ്രം ദ സെൽ ബോഡി. അത് ഏതാണ്? നമ്മുടെ ഈ കാണുന്ന ഡെൻഡ്രോൺ ആണല്ലേ. എന്താണ്? ഡെൻഡ്രോൺ ആണ്. അപ്പൊ 2 എന്ത് വന്നു?
ഡെൻഡ്രോൺ വന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഡെൻഡ്രൈറ്റ് ഉണ്ട്, അതായത് ഡെൻഡ്രോണിന്റെ ശാഖകൾ, പിന്നെ ഡെൻഡ്രോൺ, സെൽ ബോഡി. ഇനി ദ ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി ഏതാണ്? അത് ആക്സോൺ ആണ് അല്ലെ. ആക്സോണിന്റെ ബ്രാഞ്ചസ് ആക്സോണൈറ്റും, ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്ത് നമുക്ക് എന്തുണ്ട്? ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതെന്താണ്? സിനാപ്റ്റിക് നോബു ആണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. മിസ് ഓൾറെഡി പറഞ്ഞു, നമുക്ക് കുറെ ചിത്രങ്ങളൊന്നും വരച്ച് പഠിക്കേണ്ടതായിട്ടില്ല, പക്ഷെ ചിലത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ അതേ ചോദ്യം തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അതിലൊന്ന് ന്യൂറോൺ ആണ്. ഇത് കൂടാതെ നമുക്ക് മസ്തിഷ്കം വരച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്, സുഷുമ്ന വരച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് 3 ചോദ്യങ്ങളും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമ്മുടെ ബയോളജി ഓണ പരീക്ഷ എഴുതുക. നമുക്ക് ഇനിയും കാണാം. ഓൾ ദ ബെസ്റ്റ്.